ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ഒരു മിനിറ്റ് നിങ്ങൾക്ക് വീണ്ടും കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതെ, ടൈം ഈസ് എ ബാഡാസ് ബിച്ച് എന്ന് ഞാൻ പറഞ്ഞതല്ല, പുഷ്പവിമാനം എന്ന സിനിമയുടെ ഇൻട്രോ മ്യൂസിക്കാണിത്. അപ്പോൾ നിങ്ങൾ ഈ പടം മൊത്തം കണ്ടു കഴിയുമ്പോൾ ഞാൻ ഗ്യാരണ്ടി പറയാം, നിങ്ങളൊരു ഇല്യൂഷനിൽ പെട്ട അവസ്ഥയായിരിക്കും, ഉറപ്പാണ്. ഏറ്റവും നാളെ, അതേപോലെ തന്നെ മാനാട് എന്നീ മൂവികളൊക്കെ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പടം നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാണ്. അപ്പോൾ എൻ്റെ തന്നെ ഡിറ്റക്റ്റീവ് അഗ്രോസ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കാണുക. അതിൻ്റെ ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പല പല ഈ ജീനിയസ് ആയിട്ടുള്ള ഡിറ്റക്റ്റീവ്സിനെയും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതൊരു മടിയനായിട്ടുള്ള ഡിറ്റക്റ്റീവ് കേസ് അന്വേഷിച്ച് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? ബിഗിനിങ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം പറയുക. അതുപോലെ തന്നെ വീഡിയോയുടെ എൻഡ് സ്ക്രീനിലും ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കമൻറ്റിലും ചെയ്യുന്നതായിരിക്കും. ഇതൊരു ഫാൻറ്റസി മൂവിയാണ്. എല്ലാവർക്കും ദഹിക്കണം എന്നില്ല. പ്രേതവും ദൈവവും മാത്രം അരങ്ങ് വാഴുന്ന മലയാള ഫാൻറ്റസി ഇൻഡസ്ട്രിയിലേക്ക് ആദ്യമായിട്ടൊരു വെറൈറ്റി ഫാൻറ്റസി മൂവി വന്നത് ഇതിഹാസയാണ്. അപ്പോൾ ഇതുപോലുള്ള മൂവികൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കാനാണ് പ്രേത ദൈവ ലോബികളിൽ നിന്ന് മലയാള ഫാൻറ്റസി ഇൻഡസ്ട്രിക്ക് ഒരു മോക്ഷം കിട്ടുള്ളൂ. ഉല്ലാസ് കൃഷ്ണ ആദ്യത്തെ പടമാണ് ഈ ഡയറക്ടറിൻ്റെ. പല പടങ്ങളിലും വലിയ വലിയ പ്രൊജക്റ്റുകളിലൊക്കെ അസിസ്റ്റൻ്റ് ആയിരുന്നു, അസോസിയേറ്റ് ആയിരുന്നു. ഇത് ആദ്യത്തെ മൂവിയാണ് ഉല്ലാസ് കൃഷ്ണയുടെ. ട്രെയിലർ, മോഹൻലാലിൻ്റെ സ്റ്റോറി കണ്ടിട്ട് കുറേ പേര് ട്രെയിലർ കാണാൻ വന്നവരുണ്ട്. പക്ഷേ അവർക്കും കണ്ടവർക്ക് പ്രതീക്ഷകൾ ഇല്ലാത്തതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്തേക്കുന്നത് മോഹൻലാലിൻ്റെ സ്റ്റോറി കൊണ്ടുവന്നാണ്, മോഹൻലാലിൻ്റെ സ്റ്റോറി കൊണ്ടുവന്നത്. ഇത് ട്രെയിലർ കണ്ട എനിക്കും വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടായില്ല. കാരണം ഈ ട്രെയിലർ പ്രതീക്ഷയ്ക്കൊക്കെ ഉയർന്നിട്ടില്ല. പക്ഷേ ഈ ഡയറക്ടർ എന്തോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളത് ആ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു നോൺ ലീനിയർ പാറ്റേണിലാണ് കഥ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ. അപ്പോൾ 10 പേര് താഴെയാണ് തിയേറ്ററിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഫസ്റ്റ് ഹാഫ് മോശമായതുകൊണ്ട് 2 പേര് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോവുകയും. ഫസ്റ്റ് ഹാഫ് പ്രതീക്ഷയ്ക്കത്ത് ഉയർന്നൊരു പരിപാടിയേ അല്ല. പക്ഷേ സെക്കൻഡ് ഹാഫ് മാനാടിൻ്റെ ഒപ്പം വയ്ക്കാവുന്ന മെയ്ഡ് ഇൻ കേരള മൂവി. മലയാളത്തിൽ ലിമിറ്റേഷൻസ് ഉണ്ട്, അതറിയാലോ. ആ ലിമിറ്റേഷനിൽ വെച്ചിട്ട് മാനാട്, ബാക്കിയുള്ള ടൈം ട്രാവൽ, അങ്ങനെയുള്ളൊരു സെറ്റപ്പ് മൂവികളുടെയൊക്കെ റേഞ്ചിൽ നിൽക്കുന്ന ഒരു മലയാളം മൂവി. ഫസ്റ്റ് ഹാഫ് ക്ലീഷകളായിട്ടുള്ളൊരു മാമൻ മരുമോൻ പരിപാടി, പിന്നെ അതേപോലെ തന്നെ നായികയുടെ നന്മമരം പരിപാടി കണ്ടിട്ട് പുറകെ നടക്കുന്ന നായകൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് ഫോളോ ചെയ്ത് പ്രേമിക്കുന്നു. പിന്നെ സോങ്സിന് വേണ്ടി ഫാബ്രിക്കേറ്റ് ചെയ്ത കുറേ സാഹചര്യങ്ങൾ, പിന്നെ അധോലോക എക്സ് അധോലോകദാത ഹരിദാതയുടെ കുറച്ച് തള്ളുകൾ, പിന്നെ സന്തൂർ മമ്മി, ബ്ലാക്ക് ബെൽറ്റ് ലെന, അവരുടെ ഒക്കെ കുറച്ച് വെറുപ്പീര്. എന്തോ ഭാഗ്യം സെക്കൻഡ് ഹാഫിൽ ഇവരുടെ ഒന്നും ശല്യമേ ഇല്ല. ഫുൾ നമ്മൾ മൂവിയിലേക്ക് എൻഗേജ് ചെയ്യാൻ പാകത്തിനുള്ള പരിപാടി. നമുക്ക് ബോർ എന്ന് തോന്നുന്ന ഒരു ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് സ്റ്റോറിയുടെ കൂടെ വന്ന് നമ്മൾ ചേർത്ത് വായിച്ചു കഴിയുമ്പോൾ ഇത് അടിപൊളി പരിപാടിയാണല്ലോ എന്ന് നമുക്ക് വാ പൊളിച്ച് നമ്മൾ പറഞ്ഞു പോകുന്നൊരു പരിപാടിയാണ് സെക്കൻഡ് ഹാഫ്. 1 ട്വിസ്റ്റ്, 2 ട്വിസ്റ്റ്, 3 ട്വിസ്റ്റ്, ചറപറ ട്വിസ്റ്റ്, പിന്നെ അതിൻ്റെ കൂടെ സ്റ്റോറി ചേഞ്ചും കൂടി വന്നു കഴിയുമ്പോണ്ടല്ലോ സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ലാത്ത വൈബാണ്. കിടിലൻ സാധനം. എഴുതി വെച്ചേക്കണ നല്ല അടിപൊളി റൈറ്റിംഗ് ആണ് ഇതിൻ്റെ അകത്ത്. കംപ്ലീറ്റ് ഒരു ഇല്യൂഷൻ പരിപാടി. അതുപോലെ എഡിറ്റിങ് ചെയ്തേക്കുന്നത് അഖിലേഷാണ്. അതേപോലെ തന്നെ ക്യാമറ ചെയ്തേക്കുന്നത് രവിചന്ദ്രൻ. ഇവർ രണ്ടുപേരെ സമ്മതിച്ച് കൊടുത്തേ പറ്റൂ. കാരണം ഈ സിനിമയിൽ ഒരുപാട് റിപ്പീറ്റഡ് ഷോട്ട്സ് വരുന്നുണ്ട്. ഇത് റിപ്പീറ്റഡ് ഷോട്ട്സ് വരുന്ന ആൾക്കാർക്ക് കണ്ടിരിക്കാതെ ആവർത്തന വിരസത വരാതെ ഇത് കൺവീൻസ്ഡ് ആവുകയും ചെയ്യണം. ഒരു ഫാൻറ്റസി മൂവി ആകുമ്പോൾ ഇത് കൺവീൻസ്ഡ് ആവുകയും ചെയ്യണം. ആ വെല്ലുവിളി ഇത് ഇവർ എഡിറ്ററും സിനിമോട്ടോഗ്രാഫറും കറക്റ്റായിട്ട് അവരുടെ പണി അടിപൊളിയായിട്ട് എക്സ്ട്രാ എഫോർട്ട് എടുത്ത് ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ BGM, ലിറിക്കൽ BGMകൾ ആയിട്ടുള്ള സംഭവങ്ങൾ അടിപൊളിയായിട്ട് ചില സാഹചര്യങ്ങൾ നന്നായിട്ട് വർക്കൗട്ടായി. അല്ലാത്ത BGM കുറച്ച് അരോചകവും മിസ്മാച്ചിങ് ആയിട്ട് തോന്നി. അതുപോലെ റൈറ്റർ സന്ദീപ്, ദീപു എന്നിവർ ചേർന്നിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു ന്യൂ ഫ്രഷ് അപ്രോച്ചാണ് മലയാളം ഇൻഡസ്ട്രിയിൽ. അപ്പോൾ ഇതേപോലുള്ള സംഭവങ്ങൾ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കണം. പിന്നെ സ്റ്റോറിയിലൊരു പോരായ്മ, എനിക്ക് കുറച്ച് 2 ഡയലോഗ്സിലുള്ള പോരായ്മ മാത്രമേ ഉള്ളൂ. എൻ്റെ പപ്പയല്ല നിൻ്റെ പപ്പ, പിന്നെ പണ്ടാരാണ്ട് പറഞ്ഞ പോലെ ചിലവരുടേത് ശരിയാവും. അതൊക്കെ നമ്മൾ പറയുന്ന ഈ സിനിമയിലെയും അല്ലാത്ത ഡയലോഗ്സ് മോഡിഫൈ ചെയ്ത് ഇതിൻ്റെ അകത്തേക്ക് തിരികെ കയറ്റിയേക്കുന്നത് ആ ഒരു ഡയലോഗ് അതേപോലെ തന്നെ പറഞ്ഞാലും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇത് മോഡിഫൈ ചെയ്ത് പറഞ്ഞു കഴിയുമ്പോൾ അതൊരു സുഖമല്ലാത്തൊരു പരിപാടിയായിട്ട് തോന്നി. പിന്നെ ടെൻഷൻ കൊടുക്കുന്ന ഒരു പരിപാടി
ഈ ക്യാരക്ടേഴ്സിന് ടെൻഷൻ കൊടുക്കുന്ന ഒരു കുറച്ച് പരിപാടികളുണ്ട്. അത് ഇച്ചിരി ഓവറായി പോയി എന്നുള്ളൊരു തോന്നൽ തോന്നി. പിന്നെ ആവശ്യത്തിന് അനാവശ്യത്തിനും കുറേ ചാട്ടം, വണ്ടിയുടെ മേലിക്കട ചാട്ടം, കമ്പിവേലിയുടെ ഉള്ളിക്കട ചാട്ടം, അങ്ങനെയുള്ള പരിപാടികൾ ഇച്ചിരി ഓവറായിട്ട് തോന്നി. പിന്നെ മലയാളത്തിൻ്റെ ലക്കി സ്റ്റാർ ബേസിൽ ജോസഫ് സംവിധായകൻ എന്നുള്ളതിലുപരി ഇപ്പോൾ ഒരു ആക്ടറായിട്ട് പുള്ളി സെറ്റായേക്കാണ്. ഏത് പടമെടുത്താലും ബേസിൽ ജോസഫ് എங்கே பார்த்தாലും നീ എന്തോന്നടേ ഇത്. കാരണം പുള്ളി അഭിനയിക്കുന്ന പടങ്ങളെല്ലാം ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള പടങ്ങളാണ്. പ്ലീസ് നിങ്ങൾ സംവിധായകർ പുള്ളിനൊന്ന് വെറുതെ വിടൂ. കാരണം മിന്നൽ മുരളിയും ഗോതയും പോലുള്ള പടങ്ങൾ ഇനിയും ഇവിടെ സംഭവിക്കേണ്ടതുണ്ട്. അപ്പോൾ പുള്ളിനെ അഭിനയത്തിൽ നിന്ന് തൽക്കാലത്തേക്കൊന്ന് മാറ്റി നിർത്തിയിട്ട് സംവിധാനത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുക. അതല്ലാണ്ട് വേറെ ഒരു വഴിയില്ല. ഇത് എല്ലാ പടങ്ങളിലും അഭിനയിക്കുകയാണ് പുള്ളി. അത് ചില സ്ഥലത്തൊക്കെ അത് ക്യാരക്ടർ മിസ്മാച്ചിങ് തന്നെയാണ്. പക്ഷേ പുള്ളി കണ്ടിരിക്കാനും അതേപോലെ തന്നെ ഫാമിലി ഓഡിയൻസിനും ഇഷ്ടമാണ്. പുള്ളീനെ കണ്ടു കഴിയുമ്പോൾ ഒരു ഐശ്വര്യമാണ്, ഒരു നല്ല രസമാണ് പുള്ളി അഭിനയിക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ടിരിക്കാനായിട്ട്. പക്ഷേ എല്ലാം കൊണ്ട് എല്ലാ പടത്തിലും പിടിച്ച് പുള്ളീനെ ഇടുകയാണ്. അതൊരു അനാവശ്യ പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഫാൻറ്റസി മൂവി നിങ്ങൾ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാള സിനിമ ഫീൽ ഗുഡ്, റിയാലിറ്റി ഫീൽ ഗുഡ്, റിയാലിറ്റി കഴിയുമ്പോൾ വീണ്ടും ഫീൽ ഗുഡ്, അങ്ങനെ ഒരു മൊട്ടത്തോടിൻ്റെ ഉള്ളിൽ നമ്മൾ പെട്ട് കിടക്കുകയാണ് മലയാള സിനിമ. അപ്പോൾ അത് മാറിയിട്ട് നമുക്ക് ഭ്രമയുഗവും അതേപോലെ തന്നെ മിന്നൽ മുരളി അതുപോലുള്ള സംഭവങ്ങളും മഞ്ഞുമൽ ബോയ്സ് പോലുള്ള ത്രില്ലറുകളൊക്കെ വരണം എന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള എക്സ്പെരിമെൻ്റൽ സിനിമാസായിട്ടുള്ള ഭയങ്കര എക്സ്പെരിമെൻ്റലാണ് ഫാൻറ്റസി എന്ന് പറയുന്നത്. അതെടുത്ത് ബലിപ്പിക്കാനും ഭയങ്കര പാടാണ്. അപ്പോൾ ഫാൻറ്റസി മൂവി ആയിട്ട് എക്സ്പെരിമെൻ്റലായിട്ട് വരുന്ന ഇതുപോലുള്ള മൂവികളെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചാലാണ് മലയാള സിനിമ നിലവിലുള്ള മൊട്ടത്തോട് പൊട്ടിച്ച് പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ പ്രേക്ഷകരും ഇത് തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. ഫസ്റ്റ് ഹാഫ് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് കാര്യമാക്കേണ്ട. സെക്കൻഡ് ഹാഫ് കിടിലോസ്കി ആയിട്ടാണ്. അപ്പോൾ സൈനിങ് ഓഫ്.